Hello friends, welcome back to Art and Ashraf YouTube channel. നമ്മൾ Adobe Illustrator ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഇമേജുകൾ, PSD ഫയലുകൾ, PDF ഫയലുകളൊക്കെ പ്ലേസ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലിങ്ക്ഡ് ഫയൽ എംബഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഇതേപ്പറ്റി അറിയാത്തവർക്ക് എന്താണ് ഈ ലിങ്ക്ഡ് ഫയൽ, എന്താണ് ഈ എംബഡിങ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ Adobe Illustrator ഓപ്പൺ ചെയ്തിട്ടുണ്ട്. A4 സൈസിലുള്ള ഒരു പേജാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സാധാരണയായിട്ട് ഇങ്ങനെ ഇല്ലുസ്ട്രേറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ ഇമേജുകൾ പ്ലേസ് ചെയ്യാറുണ്ട്, PDF ഫയലുകൾ പ്ലേസ് ചെയ്യാറുണ്ട്, ഫോട്ടോഷോപ്പ് ഫയലുകളും പ്ലേസ് ചെയ്യാറുണ്ട്. ഈ ഫോട്ടോഷോപ്പ് ഫയലുകൾ പ്ലേസ് ചെയ്യുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഡിസൈനേഴ്സ് ചെയ്യാറുള്ളത് ഫോട്ടോഷോപ്പും ഇല്ലുസ്ട്രേറ്ററും മിക്സ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യാറുള്ളത്. അതായത് ഇതിൻ്റെ ഇമേജ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്നു, ടെക്സ്റ്റുകളും മറ്റു വെക്ടർ ഫയലുകളൊക്കെ ഇല്ലുസ്ട്രേറ്ററിലും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ക്ലാരിറ്റിയിൽ വലിയ റിസൾട്ട് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോട്ടോഷോപ്പ് ഇല്ലുസ്ട്രേറ്റർ മിക്സ് ചെയ്തുകൊണ്ടുള്ള രീതി നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ അതേപ്പറ്റി ഒരു വീഡിയോ നമ്മൾ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക. അതിനോട് തൊട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പൂർണ്ണമായിട്ടും ഫോട്ടോഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു A4 സൈസ് ഡിസൈനാണ് ഇവിടെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ ഫയൽ പ്ലേസ് എന്നുള്ള ഓപ്ഷനിൽ പോകുന്നു. ഇപ്പോൾ ആ വർക്ക് ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു വർക്ക് പൂർണ്ണമായിട്ടും ഫോട്ടോഷോപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഫോട്ടോഷോപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത ഒരു വർക്ക് എന്തിനാണ് ഇങ്ങനെ ഇല്ലുസ്ട്രേറ്ററിൽ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം. സാധാരണയായിട്ട് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വർക്ക് പ്രിന്റിങ്ങിനായിട്ട് ഒരുപാട് കോപ്പികളാക്കി എടുക്കുന്നതും കട്ടിമാർക്കോട് കൂടി അത് പ്രിന്റിങ്ങിനായിട്ട് സെറ്റ് ചെയ്യുന്നതും ഇങ്ങനെ Adobe Illustrator, Corel Draw ഒക്കെ പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു വർക്കിന് ഇതുപോലെ ഒരു ക്രോസ് മാർക്ക് ഉണ്ടായിരിക്കും. ഇങ്ങനെ പ്ലേസ് ചെയ്ത ഒരു ഫയലിനെയാണ് നമ്മൾ ലിങ്ക്ഡ് ഫയൽ എന്ന് പറയാറുള്ളത്. ഇങ്ങനെ ലിങ്ക്ഡ് ഫയൽ കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഒരു വർക്ക് Adobe Illustratorൻ്റെ ഒരു സ്വന്തമായിട്ടുള്ളൊരു ഫയൽ ആയിട്ടില്ല. ഇതിപ്പോഴും മറ്റെവിടെയോ കിടക്കുന്ന ഒരു വർക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ടൊരു അർത്ഥമാക്കുന്നത്. ഇത് എംബഡ് എന്നുള്ളൊരു പ്രോസസ്സിങ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് ഇവിടെ കൃത്യമായിട്ട് Adobe Illustratorൻ്റെ ഒരു സ്വന്തമായിട്ടുള്ളൊരു ഫയലായിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ വരുന്നൊരു ചോദ്യമാണ്, എന്താണ് ഈ എംബഡിങ്ങിൻ്റെ ഒരു പ്രസക്തി എന്നുള്ളത്. നമ്മളിപ്പോൾ ഈ ഇല്ലുസ്ട്രേറ്റർ ഫയൽ ഒരു PDF ഫോർമാറ്റിലേക്ക് ആക്കി ഇതൊരു പ്രിന്റഡ് ഫയലാക്കിയിട്ട് നമ്മൾ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫയൽ ഇത് മിസ്സായി പോകും. കാരണം ഇത് ഒറിജിനൽ ഇല്ലുസ്ട്രേറ്റർ ഫയൽ ആയിട്ടില്ല നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഫയൽ മിസ്സായി പോകും. അതുകൊണ്ടാണ് ഇത് എംബഡ് ചെയ്യണം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില ടെക്സ്റ്റുകളൊക്കെ നമ്മൾ ഇല്ലുസ്ട്രേറ്ററിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം, ചില ഇമേജുകൾ മാത്രമായിരിക്കാം ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് PDF ആയിട്ട് ഇത് പ്രിന്റിനായിട്ട് നമ്മൾ എടുക്കലും അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ പ്ലേസ് ചെയ്ത ഫയലുകളെല്ലാം അത് മിസ്സായിട്ട് പോകും. ഇപ്പോൾ ഇതൊരു ലിങ്ക്ഡ് ഫയലാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നമുക്കിത് എംബഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ഈ എംബഡിങ്ങിൻ്റെ ഒരു പ്രസക്തി എന്ന് നമുക്ക് ആദ്യം നോക്കാം. പ്ലേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫയൽ നമ്മൾ പ്രിന്റിങ്ങിനായിട്ട് എംബഡ് ചെയ്യാതെ സാധാരണ രീതിയിൽ ഒരു PDF ആയിട്ട് സേവ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാം ആ ഒരു PDF ഫയൽ ഇവിടെ സേവ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫയൽ ഇവിടെ നിന്നും കട്ട് ചെയ്തിട്ട് മറ്റൊരു ഫോൾഡറിലേക്ക് മാറ്റുന്നു. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ഈ ഫയൽ മറ്റൊരു സ്ഥലത്തേക്ക് സെൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ ഫയൽ PDF ആയിട്ട് തന്നെ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ പ്രിന്റിങ്ങിനായിട്ട് തയ്യാറാക്കിയ ആ ഒരു ഫയൽ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഇങ്ങനെ ഒരു ഫയൽ സെൻഡ് ചെയ്ത് കിട്ടിയ ആൾ അത് പ്രിന്റിങ് ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് അത് Adobe Illustratorൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ വന്നിട്ടുള്ളത് ഇതിൻ്റെ ലിങ്ക് ഫയൽ മിസ്സിംഗ് ആണ് എന്നുള്ളൊരു വിൻഡോ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം അങ്ങനെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഫയലുകളെല്ലാം മിസ്സിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഫയൽ മിസ്സിംഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്ലേസ് ചെയ്ത ലിങ്ക്ഡ് ഫയലുകളെല്ലാം എംബഡ് ചെയ്തിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ള ഫയലുകളെല്ലാം എങ്ങനെയാണ് എംബഡ് ചെയ്യുക എന്ന് നമുക്കിവിടെ നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു
കാര്യമാണ് ഈ എംബഡ് ചെയ്യുക എന്നുള്ളത്. അത് 2-3 തരത്തിൽ എംബഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ആ പഴയ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ A4 സൈസിലുള്ള ഈ പേജിൽ ഒരു ഫോട്ടോഷോപ്പ് ഫയൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എംബഡ് ചെയ്യാനായിട്ട് ഇവിടെ മുകളിൽ എംബഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ താഴത്തെ ഓപ്ഷൻ ഫ്ലാറ്റൻ ലെയേഴ്സ് എന്നുള്ളൊരു ഓപ്ഷനാണ്. മുകളിൽ കൺവെർട്ട് ലെയേഴ്സ് ടു ഒബ്ജക്ട്സ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഇതിൽ താഴത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എംബഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരൊറ്റ ഫ്ലാറ്റൻ ഇമേജായിട്ട് വരുന്നു. ഈ ടെക്സ്റ്റുകളും ബാക്ക്ഗ്രൗണ്ടും ഇമേജുകളും എല്ലാം ഒറ്റ ലെയറായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ Ctrl+Z അടിച്ചിട്ട് പുറകിലേക്ക് പോകുന്നു. അതിനുശേഷം ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള ഈ കൺവേർട്ട് ലെയേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തുള്ള ടെക്സ്റ്റുകളും മറ്റ് കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ലെയറായിട്ടാണ് ഇവിടെ എംബഡ് ആവുക. ഇപ്പോൾ ഇത് അത്തരത്തിൽ എംബഡ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ഈ റിലീസ് ക്ലിപ്പിംഗ് മാസ്ക് എന്നുള്ള ഓപ്ഷനിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം. ഇവിടെ ഈ ടെക്സ്റ്റുകളൊക്കെ നമുക്ക് എടുത്തു മാറ്റാവുന്ന രീതിയിൽ ലെയറുകളായിട്ടാണ് ഇത് എംബഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ പ്രിൻറ്റിങ്ങിനായിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇത്തരം ടെക്സ്റ്റുകളൊക്കെ കർവിങ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ഔട്ട്ലൈൻ ആക്കിയിട്ട് പ്രിൻറ്റിങ്ങിനായിട്ട് കൈമാറുക. വീണ്ടും ഒന്നുകൂടെ Ctrl+Z അടിച്ചിട്ട് പഴയ സ്റ്റേജിലേക്ക് തന്നെ വരുന്നു. ഇപ്പോൾ ഇത് എംബഡ് ചെയ്യാത്തൊരു ഫയലാണ്. ഇനി നമുക്ക് മറ്റൊരു രീതിയിലും ഇത്തരം ഫയലുകൾ എംബഡ് ചെയ്യാം. ഇവിടെ വിൻഡോ എന്നുള്ള ഈ ഓപ്ഷനിൽ ലിങ്ക്സ് എന്ന് പറഞ്ഞ ഒരു വിൻഡോ ഇവിടെ ഉണ്ട്. ഈ ഒരു ഓപ്ഷനിൽ പോയിട്ടാണ് സാധാരണ ഡിസൈനേഴ്സ് എല്ലാം എംബഡിങ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. താൽക്കാലികമായിട്ട് പെട്ടെന്നൊരു ഇമേജൊക്കെ പ്ലേസ് ചെയ്യുന്ന അവസരങ്ങളിലാണ് ഇവിടെ മുകൾ ഭാഗത്ത് എംബഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ വർക്കിനകത്ത് ഒരുപാട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ലിങ്ക്ഡ് ഫയലുകൾ ഉണ്ടായേക്കാം. സാധാരണ ഒരു വർക്കിനകത്ത് ഒരുപാട് ചിത്രങ്ങൾ ഡയറക്റ്റായിട്ട് കൊണ്ടുവരാറുണ്ട്. ഇതിപ്പോൾ ഫോട്ടോഷോപ്പ് ഫയലാണ് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പല വർക്കുകളിലും ഇങ്ങനെ ഫോട്ടോഷോപ്പ് ഫയൽ പ്ലേസ് ചെയ്യാറില്ല. ഡയറക്റ്റായിട്ട് ഇല്ലുസ്ട്രേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഫയലിലൊക്കെ ഇങ്ങനെ ഫോട്ടോകൾ ഡയറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു വിൻഡോക്കകത്ത് ഒരുപാട് ലിങ്ക്ഡ് ഫയലുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് താഴെയായിട്ട് അത്തരം ലിങ്ക്ഡ് ഫയലുകൾ എടുക്കുമ്പോൾ അതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എംബഡ് ഇമേജ് എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഒരുപാട് ഇമേജുകൾ നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് ഒക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു റൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടോട്ടൽ വർക്കിനെ ഞാൻ ഈ റൗണ്ടിനകത്തേക്ക് ഒന്ന് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു റൗണ്ടിനകത്ത് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാം, ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ എംബഡ് എന്നുള്ള ഓപ്ഷൻ കാണുന്നില്ല. ഇനി അത് കാണണമെങ്കിൽ നമുക്കിവിടെ അത് ഡയറക്റ്റായിട്ട് ഈ ഒരു ടൂളൊക്കെ ഉപയോഗിച്ച് അത് സെലക്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ മാത്രമേ ഈ എംബഡ് ഓപ്ഷൻ ഇവിടെ വരുന്നുള്ളൂ, അല്ലാതെ ഈ ഓപ്ഷൻ ഇവിടെ വരുന്നില്ല. അപ്പോൾ അത്തരം അവസരങ്ങളിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റുകളോ ഒരു ഫയലുകളോ ഇവിടെ സെലക്ട് ചെയ്യാതെ തന്നെ ഇവിടെ ഈ ലിങ്ക് എന്നുള്ള ഈ ഒരു വിൻഡോയിൽ സിമ്പിളായിട്ട് എംബഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള എല്ലാ ഫയലുകളും സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ എംബഡ് ഇമേജ് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ എംബഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ എംബഡ് ചെയ്തതിന് ശേഷം നമ്മൾ വർക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുമ്പോൾ അവിടെ അവർക്ക് കറക്റ്റായിട്ട് ആ വർക്ക് കിട്ടുന്നു. കാരണം ഇത് ഇപ്പോൾ പൂർണ്ണമായിട്ടും അഡോബി ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഫയലായിട്ടുണ്ട്. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അഡോബി ഫോട്ടോഷോപ്പും അഡോബി ഇല്ലുസ്ട്രേറ്ററും മിക്സ് ചെയ്തുകൊണ്ടുള്ള വർക്ക് ചെയ്യാറുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് അത്തരത്തിലുള്ളൊരു വർക്കാണ്. ഇതിനകത്ത് നമുക്ക് കാണാം, ഈ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫയൽ, അതിനകത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഇമേജുകൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ടെക്സ്റ്റുകളെല്ലാം ഇതിനകത്ത് അഡോബി ഇല്ലുസ്ട്രേറ്ററിനകത്ത് ഡയറക്റ്റായിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇത്തരത്തിലായിരിക്കും കൂടുതൽ ഡിസൈനേഴ്സും ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഇതുപോലെ ഇതിനകത്ത് എംബഡ് ചെയ്യാത്ത, അതായത് ലിങ്ക്ഡ് ഫയലുകൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം. അതിന് ഈ ഒരു ഐക്കൺ കാണില്ല. മറ്റുള്ള ഇതിനകത്തുള്ള ഒറിജിനൽ ഫയലിനെല്ലാം ഇങ്ങനെ ഒരു ഐക്കൺ ഉണ്ടാവും. ഈ ഒരു ഫയൽ നമുക്ക് എംബഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഐക്കൺ ഇവിടെ വരുന്നുള്ളൂ. നമുക്ക് ഈ ഒരു ഫയൽ മാത്രം ഒന്ന് എംബഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എംബഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഐക്കൺ വന്നിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറയാം. നമ്മൾ ആ വർക്കൊന്ന് റീസൈസ് ചെയ്തിട്ട് കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട്. ജസ്റ്റ്
അത് കുറച്ച് കോപ്പികളാക്കി മാറ്റുന്നു. ഇങ്ങനെ ഒരു വർക്കിൽ ഇതിനകത്തുള്ള ടോട്ടൽ ഫയലുകളും ഇവിടെ എംബഡ് ചെയ്താൽ മതി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ മിക്ക സാഹചര്യങ്ങളിലും നമ്മുടെ ഒരു വർക്കിനകത്ത് ഒരുപാട് ഫയലുകൾ എംബഡ് ആയിട്ടുള്ള ഫയലുകൾ ഉണ്ടായിരിക്കും, ഡയറക്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ ഉണ്ടായിരിക്കും, അതുപോലെ ഒരുപാട് എലമെൻറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. അതിനിടയിലായിരിക്കും ഇത്തരം ലിങ്ക് ഫയലുകൾ മിക്സായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് പലയിടത്തുനിന്നായിട്ട് സെലക്ട് ചെയ്തിട്ടൊക്കെ എംബഡ് ചെയ്യേണ്ട അവസ്ഥ സാധാരണയായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം ചില ഭാഗത്ത് എംബഡ് ചെയ്ത ഫയലുകളുണ്ട്, എംബഡ് ചെയ്യാത്ത ഫയലുകളുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഇവിടെ ഈ വ്യൂ എന്നുള്ള ഒരു ഓപ്ഷനിൽ ഔട്ട്ലൈൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എംബഡ് ചെയ്ത ഫയൽ ഏതാണ്, എംബഡ് ചെയ്യാത്ത ഫയലുകൾ ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് കഴിയും. ഇവിടെ പലപ്പോഴും ഇതിപ്പോൾ ഒരു സിമ്പിൾ സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്. മിക്ക സാഹചര്യങ്ങളിലും നമുക്കിങ്ങനെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല എംബഡ് ചെയ്തത് ഏതാണ്, എംബഡ് ചെയ്യാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെ വളരെ കുറച്ച് എലമെൻറ്റുകൾ മാത്രം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്രോസ് മാർക്കുള്ള ഫയലുകളെല്ലാം എംബഡ് ചെയ്യാത്ത ഫയലുകളാണ്. ഓക്കെ, അപ്പോൾ ഈ എംബഡിങ്ങിനെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് എംബഡിങ് അതുപോലെ തന്നെ ലിങ്ക്ഡ് ഫയൽ ഇവയെക്കുറിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ ഇവിടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഈ ഡിസൈനിങ് സെക്ഷനിലെ പ്രിൻറ്റിങ്ങിനോട് അനുബന്ധിച്ച് വരുന്ന കാര്യങ്ങളാണ് ഈ അടുത്തായിട്ട് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് വാച്ച് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് വീഡിയോയുമായി അടുത്ത വീഡിയോയിലൂടെ വരാം. ഇതുവരേക്കും ഗുഡ് ബൈ.